ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഉണ്ണീസ് ടെക് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കായംകുളത്തുള്ളത്, കൂട്ടത്തിൽ സജി സബ്സ്ക്രൈബറാണുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ ശ്യാമുണ്ട്. ഇത് നമ്മളൊരു ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാനായിട്ട് കായംകുളത്ത് വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ സജി ഉൾപ്പെടെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഡൗട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ന്യൂട്രൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ഹൈ ആകുന്ന സാഹചര്യം, ഇത് നമ്മുടെ വീട്ടിൻ്റെ അകത്തെ പ്രശ്നമാണോ അതേപോലെ തന്നെ നമ്മുടെ ലൈനിലെ പ്രശ്നമാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നത്. അതായത് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന ഒരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ വോൾട്ടേജ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ന്യൂട്രലും എർത്തിനും ഇടയിലുണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് അതിന് കൃത്യമായിട്ട് പറയേണ്ടത്. ന്യൂട്രൽ വോൾട്ടേജ് എന്ന് പറയുന്ന പരാമർശം തെറ്റാണ്. കാര്യം എന്ന് വെച്ചാൽ ന്യൂട്രലിൽ നമുക്ക് കൃത്യമായിട്ട് വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് അതിനെ ന്യൂട്രൽ എന്ന് പറയുന്ന പോയിൻ്റായിട്ട് നിർത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ KCB സെക്ഷൻ്റെ പ്രശ്നമാണ്, അതേപോലെ തന്നെ വീട്ടിലെ അകത്തെ പ്രശ്നമാണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പല ആൾക്കാരും നമ്മുടെ സജിയെ പോലെ തന്നെ പല ആൾക്കാരും എൻ്റെ അടുത്ത് കുറച്ചധികം നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമ്മൾ വിളിക്കുന്നവരോടൊക്കെ കൃത്യമായിട്ട് പറയാറുണ്ട്. എന്നിരുന്നാലും അതൊരു പബ്ലിക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി അധികം ആൾക്കാർക്ക് അത്തരം ഡൗട്ടുകളുണ്ട്. നമുക്ക് വരുന്ന കോളുകളിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാരും ഡൗട്ട് ചോദിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പലരും ഡൗട്ട് ചോദിക്കുന്ന ഈ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വിശദമായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിനെ നമുക്ക് രണ്ട് രീതിയിലാണ് പറയാൻ പറ്റുക. ഒന്ന് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അതേപോലെ തന്നെ നമ്മുടെ KCB സൈഡിലുള്ള പ്രശ്നം. വീടിൻ്റെ അകത്തുള്ള കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഈ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്നത് വീടിൻ്റെ അകത്തുള്ളൊരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ എർത്തിങ് പെർഫെക്റ്റ് അല്ലാതെ വരുന്നൊരു സാഹചര്യമാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വരിക. പിന്നെ അതേ വിശദമായിട്ട് നമുക്ക് പറയാം, ചുരുക്കം ആദ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സർവീസ് കേബിളിൻ്റെ സൈസ് കുറവ് കാര്യങ്ങൾ സംഭവിക്കുക. കാര്യം വോൾട്ടേജ് ഡ്രോപ്പ് കാര്യമായിട്ട് സംഭവിക്കും. നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്നത് ചിലപ്പോൾ 1500 വാട്ടിന് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുക. അതിനനുസരിച്ചുള്ള സർവീസ് കേബിളായിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് 10000 വാട്ടിന് എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത്രയും ലോഡ് എടുക്കുന്ന സമയത്ത് ന്യൂട്രൽ വോൾട്ടേജ് അവിടെ ഹൈ ആവും. ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഹൈ ആകുന്നൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ വരും. അത് സർവീസ് കേബിൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് നമുക്ക് എന്തായാലും പുറകെ അത് വിശദമായിട്ട് പറയുമ്പോൾ അത് പറയാം. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്നു, ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് എങ്ങനെ ഹൈ ആകുന്നു എന്നുള്ളത് നമുക്കത് വിശദമായിട്ട് നോക്കിയാലേ മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ട്രാൻസ്ഫോമർ സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സൈഡിലെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഡെൽറ്റ സ്റ്റാർ കണക്ഷനിലാണ് വരുന്നത്. അതിന് നമുക്ക് സ്റ്റാർ പോയിന്റ് നമ്മൾ എർത്ത് ചെയ്തിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ ഇതെങ്ങനെ ഹൈ ആയി പോകുന്നു, ഹൈ ആകാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാലേ KCB സൈഡിലെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ വീടിൻ്റെ അകത്തുള്ള പ്രശ്നം ഇത്തിരി കൂടി സിമ്പിളാണ്. KCB സൈഡിലെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഫോമർ സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ മനസ്സിലാക്കി വരണം. എന്നാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ സെക്കൻഡറി ആയിട്ട് നമുക്ക് വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എന്തായാലും നമുക്കൊന്ന് ട്രാൻസ്ഫോമർ സൈഡിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ വന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മുടെ അപ്പാർട്ട്മെന്റ് സെക്ഷനിലുള്ള 3 ട്രാൻസ്ഫോമറുകളെ നമുക്ക് പരിചയപ്പെടാം. 2 800 kV ട്രാൻസ്ഫോമറും അതേപോലെ തന്നെ ഒരു 160 kV ട്രാൻസ്ഫോമറും. ഇതാണ് എൻ്റെ സ്കെച്ച് കാര്യങ്ങൾ വരുന്നത്. ഇത് ട്രാൻസ്ഫോമർ 2ന്റെ സ്കെച്ചാണ്. ഇവിടെ നമുക്ക് ഡെൽറ്റ സ്റ്റാർ കോമ്പിനേഷന് ശേഷം 2 എർത്തിങ് കണ്ടീഷൻസ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റിൽ നിന്നും ന്യൂട്രലി എർത്ത് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കണ്ടോ, 50x4 mm 2 സ്ട്രിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് എർത്തിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ട്രാൻസ്ഫോമർ സൈഡിൽ നിന്ന് അടുത്ത ഡിസ്ട്രിബ്യൂഷൻ സൈഡിലേക്കുള്ള ബാക്കി സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുറകെ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പുറകെ പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് കൃത്യം മനസ്സിലാവും 50x4 mm കോപ്പർ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ എർത്തിങ് ചെയ്തിരിക്കുന്നതെന്ന് സ്കെച്ചിൽ വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു 800 kV സെക്ഷനിലേക്ക് വരുമ്പോൾ. ഇനി നമുക്കൊരു 160 kV ട്രാൻസ്ഫോമർ സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെ ഡെൽറ്റ സ്റ്റാർ കോമ്പിനേഷന് ശേഷം സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് എർത്ത് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 25x3 കോപ്പർ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ATS പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പാനൽ ബോർഡിലേക്കൊക്കെ പോയിട്ടുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റു പല കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്കെച്ചിൽ നിന്ന് മാറി നമ്മുടെ ട്രാൻസ്ഫോമർ സൈഡിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഒരു 160 kV ട്രാൻസ്ഫോമർ വരുന്നത്. ഇതിൻ്റെ അകത്ത് 2W 2V 2U 2 ന്യൂട്രൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ആ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. കണ്ടോ, ഈ പോയിന്റിലൂടെയാണ് കൃത്യമായിട്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു CT നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫാൾട്ട് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള CT കാര്യങ്ങളാണ് അവിടെ നമുക്ക് വരുന്നത്. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് പോകുന്നത് 25x3 സ്ട്രിപ്പ് കാര്യങ്ങളാണ് അവിടെ താഴത്തേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഒരു 160 kV ട്രാൻസ്ഫോമർ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നത്.
ഇനി അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള അതിന്റെ നെയിം പ്ലേറ്റിൽ കൃത്യമായിട്ട് നമുക്കത് കാണാം. ആ ഡെൽറ്റ സ്റ്റാർ കോമ്പിനേഷനിലെ വെക്ടർ ഡയഗ്രാം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അതിന്റെ എർത്തിങ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ 2N എന്ന് പറയുന്ന പോയിന്റ് കൃത്യമായിട്ട് സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പുറത്ത് പ്രൈമറി സൈഡാണ്. ഇനി നമുക്ക് അതിന്റെ 800 kV ഒരു ട്രാൻസ്ഫോർ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന എർത്തിങ് ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല കേട്ടോ, ഇത് പ്രൊട്ടക്ഷൻ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എർത്തിങ് ആണ്. അതുവരെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ കണ്ട 50x4 mm സ്ട്രിപ്പ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 2 സ്ട്രിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ എർത്തിങ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത് ഗ്രൗണ്ട് ലെവലിലേക്ക് പോയി പ്രോപ്പർ ആയിട്ടുള്ള എർത്തിങ് രീതിയിൽ എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 800 kV ട്രാൻസ്ഫോർ സെക്ഷനിലേക്ക് വരുമ്പോഴും അവിടെയും കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂട്രൽ പോയിന്റ് സ്റ്റാർ കണക്റ്റഡ് ആക്കി അതിനെ കൃത്യമായിട്ട് എർത്തിങ് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലും അതേപോലെ തന്നെയാണ്. ഈ വെക്ടർ ഡയഗ്രാംസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇൻട്രാൻസിന്റെ ട്രാൻസ്ഫോർ ആണ്. അതേപോലെ തന്നെ ഓരോ ഫേസിലെയും ആംബിയർ റേറ്റിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, വോൾട്ടേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 433 വോൾട്ട് ആണ് കേട്ടോ ഇതിന്റെ എൽവി സൈഡിൽ വരുന്നത്. അവിടെയും എർത്തിങ്ങിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കണം. ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലുള്ളതും അതേപോലെ തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സ്വന്തമായിട്ട് ട്രാൻസ്ഫോർമർ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ന്യൂട്രൽ എർത്തിങ്ങിന്റെ പ്രാധാന്യം എത്രത്തോളം കൊടുത്തുകൊണ്ടിട്ടാണ് അത് ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഒരു KCBയുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഓപ്പൺ ആയിട്ട് കാണാം. മറ്റതൊരു ഡ്രൈ ടൈപ്പ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈമറി സെക്കൻഡറി നമുക്ക് കാണാൻ പറ്റിയില്ല. ഇവിടെ 11 kV വന്ന് കയറിയിട്ടുള്ളത് പ്രൈമറി സൈഡിലും അതേപോലെ സെക്കൻഡറി സൈഡായിട്ടുള്ളത് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് കാണാം. ഇവിടെ ഇടതുവശത്ത് നിന്നും RYB കണക്ഷനും വലതുവശത്ത് ന്യൂട്രലുമാണ് വന്നിട്ടുള്ളത്. ഇടതുവശത്ത് RYB പിന്നെ ന്യൂട്രൽ. ആ ന്യൂട്രൽ പോയിന്റിൽ നിന്നും ഒരു എർത്തിങ് കണ്ടക്ടർ താഴത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു KSEBയുടെ എർത്തിങ് കണ്ടീഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫോർമറിൻ്റെ എർത്തിങ് നമ്മൾ കണ്ടിട്ടുള്ളത് അലൂമിനിയം കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എർത്തിങ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അവിടെ നിന്ന് ഫ്യൂസ് യൂണിറ്റിലേക്ക് വന്നു. ബാക്കി ഡിസ്ട്രിബ്യൂഷൻ സൈഡിലേക്ക് ഫേസുകളും ന്യൂട്രലുമായിട്ട് പോകുന്നതാണ് ഇവിടുത്തെ സെക്ഷനിലുള്ളത്. ഇനി KCBയുടെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ KCB ഓരോ 5 പോസ്റ്റുകൾ ഇടവിട്ടും പ്രോപ്പറായിട്ട് അതിൻ്റെ ന്യൂട്രൽ എർത്തിങ് പല സെക്ഷനുകളിൽ ചെയ്യാറുണ്ട്. പക്ഷെ ചില സെക്ഷനിൽ ചെയ്യാറില്ല. പക്ഷെ അത് ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആയിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ട്രാൻസ്ഫോർമറിന്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടുത്തെ ന്യൂട്രൽ എർത്തിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഡെൽറ്റ സ്റ്റാർ കോമ്പിനേഷനിലാണ് ട്രാൻസ്ഫോർ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഈ ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ഡിസ്ട്രിബ്യൂഷൻ സൈഡുകളിലും ഡെൽറ്റ സ്റ്റാർ കോമ്പിനേഷനിലാണ് വരിക. ചില സാഹചര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ. ചില ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് വരുന്നതനുസരിച്ച് അതിന്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ബേസിക് സെറ്റപ്പിൽ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ഡെൽറ്റ സ്റ്റാർ കോമ്പിനേഷനിലാണ് നമുക്ക് കണക്ഷൻസ് കാര്യങ്ങൾ ലഭിക്കുക. അതായത് 11 kV സൈഡ്, അതായത് ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി ആയിട്ടുള്ള 11 kV സൈഡ് ഡെൽറ്റ കോമ്പിനേഷനിലും സെക്കൻഡറി ആയിട്ടുള്ള 440 വോൾട്ട് സൈഡ് അല്ലെങ്കിൽ 230 വോൾട്ട് സൈഡ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡറി സൈഡ് ആയിട്ടുള്ള സ്റ്റാർ കണക്റ്റഡ് പോയിന്റ് 2 ഫേസുകൾക്കിടയിൽ 440 വോൾട്ടും ഓരോ ഫേസും ന്യൂട്രലുമായിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും 240 വോൾട്ട് ലെവലിലാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ഹൈ ആകുന്നൊരു സാഹചര്യം വരുന്നത്, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. അതിലേക്ക് തന്നെ പോകാം. മറ്റു കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വിശദമായിട്ട് പുറകെ ചർച്ച ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഹൈ ആകുന്നത്? ഒരു ഇൻഡസ്ട്രിയൽ ലെവലുള്ള ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ഹൈ ആകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അത് ഡിസൈൻ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എത്ര കിലോ വാട്ട് ലോഡുണ്ട്, ഓരോ ഫേസിലേക്കും ഇത്ര കിലോ വാട്ട് വെച്ച് കാൽക്കുലേഷൻ കൃത്യമായിട്ട് നടത്തിയതിന്റെ ശേഷമാണ് ഇത്ര KVയുടെ ഒരു ട്രാൻസ്ഫോർമർ നമുക്ക് വേണം. അവിടെ നിന്നും ഡിസ്ട്രിബ്യൂഷൻ സൈഡിലേക്ക് നമ്മളൊരു വീട്ടിലേക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈഡിലേക്കാണെങ്കിലോ ഉപയോഗിക്കുന്ന കേബിളുകളുടെ അളവ് പോലും ആ ലോഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ കേബിളിൽ ഉണ്ടാകാവുന്ന ലോസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം, സ്വന്തമായിട്ടുള്ള ട്രാൻസ്ഫോർമറുള്ള കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമറിന്റെ ന്യൂട്രൽ എർത്തിങ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും. കാരണം വെച്ചാൽ ഡ്യുവൽ എർത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ എർത്തിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ ഒക്കെ ആയിരിക്കും തീർച്ചയായിട്ടും അവിടുത്തെ എർത്തിങ് കണ്ടീഷൻസ് ചെയ്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമറിന്റെ ന്യൂട്രൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ വ്യതിയാനം വന്നാൽ പോലും അതിനെ താങ്ങി നിർത്തി 0 നിന്ന് ലെവലിൽ
ഉള്ള ലെവലിലേക്ക് നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി ആ ട്രാൻസ്ഫോമർ സൈഡിനും അവിടെ ചെയ്തിരിക്കുന്ന എർത്തിങ് സംവിധാനങ്ങൾക്കും ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഹൈ ആകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 3 വോൾട്ടിൽ താഴെയുള്ള ഒരു ലെവലിൽ കൃത്യമായിട്ടും നമുക്ക് ആ ന്യൂട്രൽ വോൾട്ടേജിനെ നിലനിർത്താൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് അടുത്ത ATSO അതേപോലുള്ള മറ്റ് സംവിധാനങ്ങൾ കഴിഞ്ഞ് പാനൽ ബോർഡുകളും കഴിഞ്ഞ് അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്ക്, ഇപ്പോൾ ഒരു വീട്ടിലേക്കാണ് ആ കണക്ഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സെറ്റപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വീട്ടിലേക്കുള്ള കണക്ഷനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് എത്തുന്ന പോയിന്റിൽ പോലും അവിടെ ലോസ് ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടേക്ക് എത്തുന്ന കേബിളിന്റെ ഡിസ്റ്റൻസ് നമ്മുടെ ട്രാൻസ്ഫോമർ സൈഡ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരെ എത്തുന്ന സ്പേസ് വരെയുള്ള കേബിൾസിന്റെ മെഷർമെന്റും കാര്യങ്ങളും അവിടെയുള്ള കണക്റ്റഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി എത്ര കിലോ വാട്ടാണ് അവിടെ കണക്റ്റഡ് ലോഡ് ഉള്ളത്, ആ കണക്റ്റഡ് ലോഡിനെ അടിസ്ഥാനമാക്കി ഇത്രയും കേബിളിൽ വരാവുന്ന ലോസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വോൾട്ടേജ് ഡ്രോപ്പും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്ര സ്ക്വയർ എമ്മിന്റെ കേബിൾ വരെ അവിടെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാൽക്കുലേഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലോഡ് മാക്സിമം ലെവലിൽ, അവരുടെ വീട്ടിലുള്ള ലോഡ് മാക്സിമം ലെവലിൽ ഉപയോഗിച്ചാലും മിനിമം ലെവലിൽ ഉപയോഗിച്ചാലും അവിടെ വരാവുന്ന ന്യൂട്രൽ വോൾട്ടേജിൽ വ്യതിയാനങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന സാഹചര്യം ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സെക്കൻഡറി സൈഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ സെക്കൻഡറി സൈഡ് ആയിട്ടുള്ള 440 വോൾട്ട് സൈഡ് നമ്മൾ സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ സെൻട്രൽ പോയിന്റിൽ നിന്നും, അതായത് 3 വൈൻഡിങ്ങുകളെയും ഷോർട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പോയിന്റിൽ നിന്നുമാണ് നമ്മൾ ന്യൂട്രലും നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ന്യൂട്രൽ പോയിന്റിനെ നമ്മൾ എർത്ത് ചെയ്തിട്ടില്ല എന്ന് കരുതുക. നമ്മൾ സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ള സെന്റർ പോയിന്റ് നമ്മൾ ന്യൂട്രലി എർത്ത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷൻ എടുക്കുക. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ 3 ഫേസുകളിലേക്കും ഓരോ ഫേസിൽ നിന്നും നമ്മൾ സെന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂട്രലും വേറെ എടുത്തിട്ടുണ്ടല്ലോ, മൊത്തം 4 വയേഴ്സ് ആണ് നമ്മൾ എടുക്കുക. അതിൻ്റെ ഒരു സ്കെച്ച് കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ എർത്തിങ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്കെച്ച് കൂടി ഞാൻ അവിടെ കൊടുക്കാം. ഓക്കെ, ഓരോ സെക്ഷനിലേക്കും നമ്മളൊരു 40 വാട്ടിന്റെ ബൾബുകൾ വെച്ച് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓൺ ആക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നമ്മുടെ കൃത്യമായിട്ടുള്ള സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് അവിടുത്തെ ലോഡുകൾ ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആ പോയിന്റ് 0 ആയിട്ട് നിലനിൽക്കും. ഓക്കെ, അതായത് ഓരോ ഫേസിലെയും ലോഡ്സ് ഈക്വൽ ആണ്. 40 വാട്ട് വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ 60 വാട്ടോ 100 വാട്ടോ 1000 വാട്ടോ ഒരു 1 കിലോ വാട്ട് നമുക്ക് കണക്കാക്കാം. 1 കിലോ വാട്ട് വെച്ച് ഞാൻ കണക്ട് ചെയ്തു. ഓരോ ഫേസിലും ന്യൂട്രലിനും അക്രോസ് ആയിട്ട് 1 കിലോ വാട്ട് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള 3 വൈൻഡികളുടെയും ജോയിന്റ് ചെയ്ത് നമ്മൾ ന്യൂട്രലായിട്ട് എടുത്തിരിക്കുന്ന ആ പോയിന്റിൽ കൃത്യം വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി അതിൽ നിന്ന് എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 40 വാട്ട്സിന്റെ ഈക്വൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 1 കിലോ വാട്ടിന്റെ വെച്ചിട്ട് ഈക്വൽ ആയിട്ട് നമ്മൾ ഓരോ സിസ്റ്റത്തെയും ന്യൂട്രലുമായിട്ട് ജോയിൻ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ലോഡഡ് 1. ഇതിൽ നമുക്ക് ലോഡിൽ വ്യത്യാസം വരുത്തുക, ഏതെങ്കിലും 2 ഫേസുകളിലെ ലോഡിൽ വ്യത്യാസം വരുത്തുക. ഈ വ്യത്യാസം വരുന്ന സാഹചര്യത്തിൽ, അതായത് ഒരെണ്ണത്തിൽ ഒരു 1 കിലോ വാട്ടാണ്, ഒരെണ്ണത്തിൽ ഒരു 5 കിലോ വാട്ട് ലോഡ് ചെയ്തു. ഇപ്പോൾ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ എന്ന് പറയുമ്പോൾ R ഫേസിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു 1 കിലോ വാട്ട് ലോഡ് ചെയ്തു, Y ഫേസിൽ നമ്മളൊരു 5 കിലോ വാട്ട് ലോഡ് ചെയ്തു, ബ്ലൂ ഫേസിൽ നമ്മൾ ഒന്നും തന്നെ ലോഡ് ചെയ്തിട്ടില്ല. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ട്രാൻസ്ഫോർമർ അൺബാലൻസ്ഡ് കണ്ടീഷൻ ആവും. ഈ അൺബാലൻസ്ഡ് കണ്ടീഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടിരിക്കുന്ന പോയിന്റ് ന്യൂട്രൽ അല്ലാതെ ആകും. ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് മൂലം, ഈ അൺബാലൻസിങ് മൂലം കൃത്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് ഈ ന്യൂട്രൽ പോയിന്റിൽ ഉണ്ടാവും. അതാണ് നമുക്ക് ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. അതായത് ഹൈ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ വോൾട്ടേജ് 0-ൽ നിന്നും ചിലപ്പോൾ ഒരു 40 വോൾട്ടോ 50 വോൾട്ടോ ലെവലിലേക്ക് ആ അൺബാലൻസിങ് മൂലം അതവിടെ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഈ അൺബാലൻസിങ് ഒഴിവാക്കുക. ഈ അൺബാലൻസിങ് മൂലം ഉണ്ടാകുന്ന ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എർത്തിങ് സംവിധാനം ചെയ്ത് ആ എർത്തിനെ ഈ സ്റ്റാർ കണക്റ്റഡ് പോയിന്റിലേക്ക് നിലനിർത്തുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ അൺബാലൻസിങ് സാഹചര്യം ഉണ്ടായാൽ പോലും ഈ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഒരു ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റിയുടെ ഒരു 60% മേളിലേക്കൊക്കെ നമുക്ക് ഈ ലോഡ് കയറി വരുന്ന സാഹചര്യത്തിൽ, അൺബാലൻസിങ് കയറി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ കൃത്യമായിട്ടൊരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. വലിയ രീതിയിലുള്ളതല്ല, ചെറിയ രീതിയിൽ ഇൻഡ്യൂസ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കണക്ക് 1 കിലോ വാട്ടിന്റെ കണക്കോ അല്ലെങ്കിൽ 40 വാട്ടിന്റെ കണക്കോ ഒക്കെ സിമ്പിളായിട്ട് ഉള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു 1 കിലോ വാട്ട് അല്ല 5 കിലോ വാട്ടോ ഒക്കെ ലോഡ് ചെയ്താലൊന്നും ഇതേപോലുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കാൻ ട്രാൻസ്ഫോർമർ സാധിക്കില്ല. അത് നമ്മളൊരു വലിയ ലോഡിനെ വെച്ച് കണക്കാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് വരുള്ളൂ. ഇത് പറഞ്ഞത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ സിസ്റ്റവും അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായിട്ട്, KSEBിയുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ്. അപ്പോൾ ഈ രണ്ടും ഒരേപോലെ തന്നെയുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്.
അപ്പോൾ ഈ പറഞ്ഞൊരു സംഭവത്തിൽ നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കേബിൾസിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള എർത്തിങ് സംവിധാനങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ ഇരിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ സൈഡിലേക്ക് നമുക്കിനി നോക്കാം. അവിടുത്തെ ഒരു കണ്ടീഷനിലേക്ക് വെച്ച് വരുമ്പോൾ അവിടുത്തെ എർത്തിങ് സംവിധാനം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എർത്തിങ് സംവിധാനങ്ങളൊന്നും ആയിരിക്കില്ല. കാര്യം നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ ചെയ്യുന്ന എർത്തിങ് പോലെ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ഉള്ള ഒരു വ്യക്തി ചെയ്യുന്ന പോലെ ഒരു എർത്തിങ് സംവിധാനം ആയിരിക്കില്ല അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. KCB-കാരെ പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യമില്ല. കൃത്യമായിട്ടുള്ള ലോഡ് കാൽക്കുലേഷൻസും കാര്യങ്ങളും വെച്ചിട്ട് വേണം ഓരോ ലൈനുകളെയും അവർക്ക് ഇന്ന എത്രത്തോളം ലോഡുകൾ ഉണ്ടെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് അവർ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ കണക്ട് ലോഡ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് പറയുന്നത്. ഓരോ ഡിസംബറിലും അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എടുക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും മിക്ക ആൾക്കാരും അതിന്റെ കൃത്യം കണക്കൊന്നും കൊടുക്കാറില്ല. എൻ്റെ വീട്ടിൽ ഇത്ര കണക്ട് ലോഡ് ഉണ്ടോ എന്നുള്ള കൃത്യം കണക്കൊന്നും കൊടുക്കാറില്ല. ഒരു പേപ്പർ വർക്ക് ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള കണക്ട് ലോഡ് കാണിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അതുകൊണ്ടിട്ടാണ് KCB ഇപ്പോൾ സിംഗിൾ ഫേസ് കണക്ഷന് 5 kW വരെ ഉള്ളതും അതേപോലെ തന്നെ അതിന് മേളിലേക്ക് വരുമ്പോൾ 3 ഫേസിന്റെ സംഭവങ്ങൾ എടുക്കണമെന്നൊക്കെ പറയണം. അപ്പൊ അതൊരു ബാലൻസ്ഡ് കണ്ടീഷനിൽ ട്രാൻസ്ഫോർമറിനെ കൊണ്ടുപോകാനും ഈ ന്യൂട്രലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം വരുത്താതിരിക്കാനും ഒക്കെയുള്ള ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടാണ് അവർ ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ഒരു പൊതുവായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് ഇന്ന പോലെ ഞങ്ങളുടെ കണക്ട് ലോഡ് ഇതാണ് എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാൻ പോടില്ല. അതേപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ലൈനുകളിൽ തന്നെയായിരിക്കും ചിലപ്പോൾ ഒത്തിരി അധികം ലോഡ്സ് വരുന്നത്. മറ്റു ലൈനുകളിൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നില്ല വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ ഒരു 100 വീടുള്ള ഒരു വീട്ടിലേക്ക് എടുക്കുക. 100 വീടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു 30 വീട് വെച്ചിട്ടായിരിക്കാം മിക്കവാറും ഓരോ ഫേസിലേക്കും കൊടുത്തിട്ട് ROB 30 വീട് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ആ 30 വീടുകളിലും ഉപയോഗിക്കുന്ന ലോഡുകളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇവിടെ വരുന്ന ഈ ന്യൂട്രൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനം. അതേപോലെ തന്നെ ഒരു സൈഡിൽ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ലൈനിൽ കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല, മറ്റു ലൈനുകളിൽ ഓവർലോഡഡ് ആണ് എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴും ഇവിടെ കൃത്യമായിട്ട് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഹൈ ആവും. അതായത് പൊട്ടൻഷ്യൽ 0 ആയിട്ട് നിലനിർത്താൻ ആ ട്രാൻസ്ഫോർമറിന് ചെയ്തിട്ടുള്ള എർത്തിങ് കൊണ്ടിട്ട് സാധിക്കാന്ന് പറ്റുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ലെവലിലേതുപോലെ വളരെ ചുരുങ്ങിയ ഒരു മേഖലയിലേക്കല്ല ഒരു KCB-യുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അത് വൈഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ഏകദേശം ചിലപ്പോൾ 2-3 കിലോമീറ്ററുകൾക്ക് വരെ സപ്ലൈ നൽകുന്ന ഒറ്റൊരു ട്രാൻസ്ഫോർമർ ആയിരിക്കും. അപ്പോൾ അതിനുപയോഗിച്ചിരിക്കുന്ന കണ്ടക്ടറുകളുടെ സൈസിങ് കാര്യങ്ങൾ അത് ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് പറ്റും, വോൾട്ടേജ് ഡ്രോപ്പ് കാര്യങ്ങളുണ്ടാവും. ഈ ഡ്രോപ്പ് കാര്യങ്ങൾ ന്യൂട്രൽ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ സൈഡിന്റെ ട്രാൻസ്ഫോമർ സൈഡ് ചിലപ്പോൾ 0 ആയിരിക്കും. പക്ഷെ അത് ലോങ്ങിലേക്ക് പോകുന്നതോറും കൃത്യമായിട്ട് ആ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആയി വരും. അപ്പൊ ഈ ഹൈ ആയി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് KCB ഏകദേശം 5 പോസ്റ്റുകൾ ഇടവിട്ടിട്ട് ഓരോ ന്യൂട്രൽ പോയിന്റുകളും എർത്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എർത്ത് ചെയ്തിരിക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് എർത്ത് ചെയ്തിരിക്കുന്ന ഒത്തിരി അധികം സെക്ഷൻ ഉണ്ട്, അതില്ലാതെ വരുന്ന സെക്ഷനിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് എർത്ത് ചെയ്താൽ കോയിൽ എർത്തിങ് ആണ് ചെറിയ രീതിയിലാണ് KCB അത് ചെയ്യാറുണ്ടെങ്കിലും ആ എർത്തിങ് സംവിധാനം ചെയ്തിട്ടുള്ള സ്ഥലത്തൊക്കെ കൃത്യമായിട്ടുള്ള ന്യൂട്രൽ വോൾട്ടേജ് നിലനിൽക്കും. അതായത് ഈ പറഞ്ഞ 3 വോൾട്ടിൽ താഴെ നിലനിർത്താനായിട്ട് ആ ഒരു സെറ്റപ്പ് കൊണ്ടിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തേക്ക് വരുമ്പോഴാണ് നമുക്കിങ്ങനെ എൻഡ് പോസ്റ്റ് കണക്ഷനിലേക്കൊക്കെ വരുമ്പോൾ, അതായത് 2-3 കിലോമീറ്റർ താണ്ടി നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ എത്തുന്ന സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ന്യൂട്രൽ വോൾട്ടേജ് 50 വോൾട്ടേജ് ലെവലിൽ ന്യൂട്രൽ ടെസ്റ്റർ കത്തുന്ന സാഹചര്യങ്ങൾ ഇത്തരത്തിലൊക്കെ ഉണ്ടാകണം. അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ച് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നത് ഫേസിൽ മാത്രമാണ്, അല്ലെ? നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ ഒരു സ്വിച്ച് ആണെങ്കിൽ അതിൻ്റെ അകത്ത് കൺട്രോൾസ് വരുന്നത് ഫേസിൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ ന്യൂട്രലിനും എർത്തിനും ഇടയിൽ ഈ പറഞ്ഞ 50 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ ഇപ്പോൾ ഈ ഒരു ചാർജർ നോക്കാം. ഈ ചാർജറിലേക്കുള്ളത് ഒരു ഫേസ് കണക്ഷൻ സ്വിച്ച് കൺട്രോൾ വഴിയും ന്യൂട്രൽ ഡയറക്റ്റുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും ഈ ന്യൂട്രലിനും അതിന്റെ എർത്തിനും ഇടയിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 വോൾട്ട് ലെവലിലുണ്ടാവും. അത് നമ്മുടെ എക്യുപ്മെന്റുകൾക്ക് തകരാറിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒരു കൺട്രോൾ ഇല്ലാതെ ഫുൾ ടൈം സപ്ലൈ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ആ ഏറ്റക്കുറച്ചിലും ഒക്കെ നമുക്ക് ഒരു പ്രശ്നമാവും. അതായത് ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പുറത്ത് റൺ ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വിച്ചിങ് ചാർജ് വോൾട്ടേജ് കാര്യങ്ങളുണ്ടാവും. അത് ഇത്തരത്തിലുള്ള നമ്മുടെ SMBS പോലുള്ള ഡിവൈസുകൾക്ക് ഡാമേജ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇത്തരത്തിൽ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഹൈ ആയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ LED TVകൾ, LED ലൈറ്റുകൾ, അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറുകൾ, ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ഡാമേജ് ആക്കാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്ത് ചെയ്യാൻ പറ്റും?
അത് KCBയിൽ ഇപ്പോൾ ഈ 50 വോൾട്ടിനടുത്തൊക്കെ ഉണ്ടെങ്കിൽ KCBയിൽ കൃത്യമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് ആ ന്യൂട്രൽ പോയിന്റ് പോസ്റ്റിൽ തന്നെ ആ ന്യൂട്രൽ പോയിന്റ് നമുക്ക് എർത്ത് ചെയ്തുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യലി കുറച്ച് തരാനുള്ള ഒരു സംവിധാനം അവർ ചെയ്തു തരും. ഇനി നമുക്കത് വീടിനകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വീടിനകത്ത് ചെയ്യാൻ പറ്റുമ്പോൾ ഒത്തിരിയധികം ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടിനകത്തെ ന്യൂട്രൽ പോയിന്റ് നമ്മൾ ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആ എൻ്റയർ ലൈനിലെ ന്യൂട്രലിനെ 0 ആക്കി നിലനിർത്താനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ എർത്ത് ചെയ്തിരിക്കുന്ന ആ എർത്തിങ് സംവിധാനം വഴിയാണത് പൊട്ടൻഷ്യൽ 0 ആക്കി നിലനിർത്തുന്നത്. അപ്പോൾ അതിലൂടെ കൃത്യമായിട്ടുള്ളൊരു കറണ്ട് ഫ്ലോ നമ്മുടെ ഗ്രൗണ്ട് ലെവലിലേക്ക് ഉണ്ടാവും. ഈ ഗ്രൗണ്ട് ലെവലിലേക്ക് ഉണ്ടാകുന്നത് മൂലം സംഭവിക്കുന്നത് വെച്ചാൽ പുറത്ത് ഓവറായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് നമ്മുടെ വീട്ടിലെ മീറ്ററിനെയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സർവീസ് കേബിളിനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫോമർ സൈഡിലെ ഒരു ന്യൂട്രൽ കട്ടായി പോകുന്ന അല്ലെങ്കിൽ ന്യൂട്രൽ എർത്തിങ് കട്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത്രയും ആ ട്രാൻസ്ഫോമർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള അത്രയും സെക്ഷനിലെ ന്യൂട്രലിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലെ എർത്തിങ് മുഖാന്തരം ആയിരിക്കും. അപ്പോൾ സർവീസ് കേബിളൊക്കെ കരിഞ്ഞു പോകാനും അതേപോലെ തന്നെ മീറ്ററൊക്കെ കത്തിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഇത്തരത്തിലുള്ള സംഭവത്തിൽ വരും. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു സംവിധാനം എന്ന് വെച്ചാൽ KCBയിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ന്യൂട്രൽ എർത്തിങ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു കേസുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള RCCB ട്രിപ്പിംഗ് ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ, ന്യൂട്രലും എർത്തും തമ്മിൽ കോണ്ടാക്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് RCCB ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാകുക. ഫ്രീക്വന്റ് ആയിട്ട് RCCB ട്രിപ്പിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീടുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. നിങ്ങൾ ന്യൂട്രൽ എർത്തിങ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലെ മറ്റേ എക്യുപ്മെന്റുകൾ വഴിയോ അല്ലെങ്കിൽ വയറിങ്ങിലെ തകരാറ് മൂലമോ കൃത്യമായിട്ട് ഗ്രൗണ്ടിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ആ ഫ്ലോ ഉണ്ടാകുന്നത് മൂലമാണ് RCCB അത് നിൽക്കാതെ വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് പോയിന്റിലാണോ നമുക്ക് കൃത്യമായിട്ട് ഫാൾട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് കണ്ടെത്തുന്നത് ആ പോയിന്റിനെ ക്ലിയർ ആക്കി നിലനിർത്തുക. അതുകൊണ്ടാണ് ന്യൂട്രലും എർത്തിനും ഇടയിലുള്ള IR വാല്യൂ മിനിമം 1.24 മെഗാ ഓംസിലെങ്കിലും നമ്മൾ നിലനിർത്തണം എന്ന് പറയാം. അതിൽ താഴത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് ലെവൽ എങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി. പക്ഷെ ഇത്തരത്തിലല്ലാതെ മറ്റൊരു സാഹചര്യം കൂടി നമുക്ക് ഉണ്ടാകും. അതായത് നമ്മുടെ വീട്ടിലെ വയറിങ്ങിന്റെ തകരാറുകൾ മൂലം നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോപ്പർ അല്ലാത്ത എർത്തിങ്ങിന്റെ തകരാറ് മൂലം കൃത്യമായിട്ട് ഹൈ ആയിട്ട് ന്യൂട്രൽ വോൾട്ടേജ് വരുന്ന ഒരു സാഹചര്യം, അത് നമുക്ക് പാർട്ട് 2 കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. വരുന്ന വീഡിയോസിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ഫാൾട്ടാണെന്നുള്ളത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നുള്ളത് കണ്ടെത്താം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.